ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങള് ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ വചനം പഠിക്കുവാനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് കൂടി വന്നിരിക്കുന്നുവല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും അങ്ങയുടെ വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ, ഗ്രഹിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾക്കുന്നതും ഗ്രഹിക്കുന്നതും കർത്താവെ അനുസരിക്കുന്നതിനായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നതിനും ശുദ്ധീകരിക്കപ്പെടുന്നതിനും മുഖാന്തരമാക്കി തീർക്കണം. എല്ലാവരെയും ശക്തീകരിക്കണം, അടിയനെയും ബലപ്പെടുത്തണം. മഹത്വം തിരുമേനി മാത്രം എടുക്കണം, ഒരു കൂടുതലായി മാത്രം ഉപയോഗിച്ച് ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ദൈവവചനം വിഭാഗിപ്പാനായിട്ട് സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനം കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നാം ആരംഭിച്ചു. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ്, യോഹന്നാൻ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്ന, യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന ശിഷ്യൻ, മറ്റ് സുവിശേഷങ്ങൾക്കെല്ലാം ശേഷം ഏറ്റവും ഒടുവിലായി എഴുതിയ സുവിശേഷം. ഏകദേശം 90 വയസ്സെങ്കിലും പ്രായമുണ്ടായിരുന്ന യോഹന്നാൻ മറ്റ് സുവിശേഷങ്ങളിൽ വിട്ടുകളഞ്ഞ അനേകം കാര്യങ്ങൾ, എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിവാക്കുന്ന, യേശു ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തുകയും അത് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമായിട്ടും എഴുതിയതായിട്ടുള്ള സുവിശേഷം. ആ സുവിശേഷം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന പോലെ തന്നെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. എന്താണ് യോഹന്നാൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, യേശു മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചത് കൊണ്ട് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർ മാത്രമല്ല, പിന്നീടുള്ള അനേകരും യേശുവിനെ ഒരു മനുഷ്യനായി മാത്രം കാണുവാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ യേശുവിന്റെ ഈ ലോകത്തിലെ ജീവിതത്തെ വിവരിക്കുന്നവരോ ആണ്. എന്നാൽ യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു ദൈവപുത്രനാണ്, ദൈവപുത്രനായിരുന്നു, ഞങ്ങളോടുകൂടെ ജീവിച്ചു, ഞങ്ങൾ അവനോടുകൂടെ ജീവിച്ചു, അവന്റെ ജീവിത ഞങ്ങളും പങ്കിട്ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെ യോഹന്നാൻ ദൈവത്തോടുകൂടെ ആയിരുന്ന, ദൈവത്തിന്റെ വചനമായ ആത്മാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആരംഭിക്കുമ്പോൾ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ഇത് ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കഴിഞ്ഞ എപ്പിസോഡിലും നാം ചിന്തിച്ചു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോ ട്രിനിറ്റിയുടെ, തൃത്വം എന്നൊരു വാക്ക് വേദപുസ്തകം ഉപയോഗിക്കുന്നില്ലെങ്കിലും തൃത്വത്തിന്റെ ഏറ്റവും വലിയ എക്സ്പ്ലനേഷനും അതിന്റെ തെളിവും ഇവിടെ ഹാജരാക്കുകയാണ്. പിതാവായ ദൈവത്തോട് കൂടെ ആയിരുന്ന ഏകജാതനായ പുത്രൻ, അവൻ ദൈവത്തോട് കൂടെ ആയിരുന്നു, അവൻ അതേസമയം ദൈവവുമായിരുന്നു. വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് വാസ് ഗോഡ്. ദൈവമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. മാത്രവുമല്ല, അതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ വേർതിരിവ്, അപ്പോ പിതാവായ ദൈവം, പുത്രനായ ദൈവം എന്നുള്ള വേർതിരിവ് എങ്ങനെയാണ് അത് നാം മനസ്സിലാക്കേണ്ടതെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും എന്ന് പറയുന്ന ആ വേദഭാഗത്തില് ദ വേർഡ് ഓഫ് ഗോഡ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ് എന്നാ പറയുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം. കഴിഞ്ഞ ക്ലാസ്സിലും നാം ചിന്തിച്ചു, ആൽഫയും ഒമേഗയും ആയിരുന്നവൻ,
ആദിയിൽ ഉണ്ടായിരുന്നവൻ, ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ യോഹന്നാൻ തന്നെ പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ. ഹു വാസ്, ഹു ഈസ് ആൻഡ് ഹു ഈസ് ടു കം. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. അപ്പോ 3 അവസ്ഥയും, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഈ 3 അവസ്ഥയിലും യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഞാനായിരുന്നു, ഞാനാകുന്നു, ഞാനാകുന്നവൻ. അപ്പോ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലവും ഭാവി കാലവും ഇല്ല, വർത്തമാനകാലമേ ഉള്ളൂ. അപ്പോ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത തുടക്കവും ഒടുക്കവും ആയിരുന്നവൻ. ആ ദൈവത്തെ കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ വചനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ആൻ അബ്സ്ട്രാക്ട് ഐഡിയ. അതൊരു ആശയമായിട്ട് അവതരിപ്പിക്കുകയല്ല, അത് ആത്മാവായ ദൈവത്തെ യാഥാർത്ഥ്യമായി ഞങ്ങൾ തൊട്ടതും, യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കേട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച ജീവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷം. അപ്പോ ദൈവത്തെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തൃത്വത്തിന്റെ, അല്ലെങ്കിൽ പുത്രൻ പിതാവിനോടൊപ്പം തന്നെ ആയിരുന്നവൻ, പിതാവിനോട് കൂടെ ആയിരുന്നവൻ, ദൈവമായിരുന്നവൻ. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ദൈവരൂപത്തിൽ ഇരിക്കെ മനുഷ്യനായി തീർന്നു എന്ന് പറയുന്നതിന്റെ വിശദീകരണമാണ് അവിടെ നാം കാണുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ യോഹന്നാൻ ഈ വേർഡിനെ കുറിച്ച് പറയുന്നു, വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ച്. ഒന്ന്, ഹീസ് ദ ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. അവൻ നിത്യനായ ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് കൂടെ ആയിരുന്നവൻ എന്ന് പറയുന്നത്. ദൈവത്തോട് കൂടെ ആയിരുന്നു, ആദിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഹീസ് ദ ഇറ്റേണൽ, നിത്യവചനമാണ് യേശുക്രിസ്തു എന്ന് യോഹന്നാൻ ഇവിടെ പറയുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് അത് ചുരുക്കമായിട്ട് പറഞ്ഞു, എങ്കിലും അതൊന്ന് ഓർപ്പിച്ചുകൊണ്ട് പുതിയ ഭാഗത്തേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇൻ ദീസ് ലാസ്റ്റ് ഡേയ്സ് he has spoken to us by his son, whom he appointed heir of all things. In the last days he has spoken to us through his son. ഈ അന്ത്യകാലത്ത് ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ളതെല്ലാം ദൈവം നമ്മോട് അറിയിച്ചത് തന്റെ പുത്രനിലൂടെ. അതായത് ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന് പറയാനുള്ളതെല്ലാം പറയുന്ന, ദൈവത്തെ അറിയിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. So whatever God has to speak to us, all those things which are given to us by his son, ദൈവത്തിന് നമ്മളോട് പറയാനുള്ളതെല്ലാം നമുക്ക് നൽകി തന്നിട്ടുള്ളത് തന്റെ പുത്രനിലൂടെയാണ്. മാത്രമല്ല, ചരിത്രത്തിൽ എവിടെയെല്ലാം ദൈവം മനുഷ്യരോട് ഇടപെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം യേശുക്രിസ്തുവിലൂടെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പൊ the word of God came to Jonah. യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം യോനയ്ക്ക് വന്നു എന്നാ പറയുന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു യോനയ്ക്ക് വന്നു, യോനയുടെ അടുക്കലേക്ക് വന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ ഭാഷ, ദൈവത്തിന്റെ ശബ്ദം, അത് കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. Wherever God spoke to people in the Old Testament, എവിടെയെല്ലാം ദൈവം മനുഷ്യരോട് സംസാരിച്ചോ, അബ്രഹാമിന്റെ വീട്ടിലേക്ക് വന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആദിയിൽ ഏദൻ തോട്ടത്തിലേക്ക് വന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കാരണം മാനുഷിക രൂപത്തിൽ ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ദൈവത്തിന്റെ വെളിപ്പാടാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം. യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉരുവായി 2000 വർഷത്തിന് അപ്പുറത്ത് ബേത്ലഹേമിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചരിത്രത്തിൽ എവിടെയെല്ലാം ദൈവം മനുഷ്യനോട് ഇടപെട്ടിട്ടുണ്ടോ അതെല്ലാം യേശുക്രിസ്തുവായി. 3 പുരുഷന്മാർ മമ്രയുടെ തോപ്പിൽ താമസിക്കുന്ന അബ്രഹാമിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അത് യേശുക്രിസ്തുവായിരുന്നു. എരിഹോ പിടിച്ചടക്കുന്നതിന് മുമ്പ് യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയെ യോശുവ കണ്ടു, അത് യേശുക്രിസ്തുവായിരുന്നു. എവിടെയെല്ലാം ദൈവം മനുഷ്യർക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും. സോ ഹി ഈസ് ദ ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന് പറയാനുള്ളതെല്ലാം അറിയിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്, അല്ലെങ്കിൽ ഗോഡ്സ് ലാസ്റ്റ് വേർഡ് ടു ഹ്യൂമാനിറ്റി. ദൈവം മനുഷ്യനോട് സംസാരിക്കേണ്ടുന്നതെല്ലാം സംസാരിച്ചത് തന്റെ പുത്രനിലൂടെ ആണെന്ന്
നമുക്ക് കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 19:13 വായിച്ചാല്, വെളിപ്പാട് പുസ്തകം 19:13 അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ അവിടെ ഒരുക്കിയ, ഹി ഈസ് ക്ലോത്ത്ഡ് ഇൻ എ റോബ് ഡിപ്ഡ് ഇൻ ബ്ലഡ്. അവൻ രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ആൻഡ് ഹിസ് നെയിം ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അവന്റെ പേര് ദൈവവചനമെന്നാണ്. അത് യേശു ക്രിസ്തുവിനെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ്, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. അപ്പോ ആ കാലം എന്ന് തുടങ്ങുന്ന കാലം, നമ്മുടെ കാലക്കണക്കെന്ന് പറയുന്നത് എന്താ, സൂര്യനെ ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ടൈം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. സമയം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ സമയം ഉണ്ടാകുന്നതിന് മുമ്പ് KV സൈമൺ സാർ എഴുതിയ വേദവിഹാരം എന്ന മഹാകാവ്യത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ് സൈമൺ സാർ തുടങ്ങിയിരിക്കുന്നത്. ആദി എന്ന് ഏതോ ഒരു കാലത്തെയാണോ നിർവചിച്ചിരിക്കുന്നത്, അതിനു മുമ്പ് എന്നാണ് സൈമൺ സാറ് വേദവിഹാരത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട്. വേദവിഹാരം വായിച്ച് ഇപ്പൊ അതിന്റെ കോപ്പീസ് അവൈലബിൾ ആണ്. വായിച്ചാൽ തുടക്കം തന്നെ അങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ച് സൃഷ്ടിപ്പിനെ കുറിച്ചും മുഴുവനായിട്ട് എഴുതിയൊരു മഹാകാവ്യമാണ് മഹാകവി KV സൈമൺ സാറിന്റെ വേദവിഹാരം. വേദവിഹാരം തുടങ്ങുന്ന ആദി എന്ന് ഏതോ ഒരു കാലത്തെ നിർവചിപ്പോ ആയതിനും അറുതിയില്ലാതുള്ള കാലം മുമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ടൈമിനെ തന്നെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. അതൊക്കെ നാം ആദ്യം ചിന്തിച്ചതുപോലെ ആർക്കും ഒരു സാധാരണ വിശ്വാസിക്ക് മനസ്സിലാകുന്നത് പോലെയാണ് യോഹന്നാൻ എഴുതിയതെങ്കിലും വളരെ ആഴമേറിയ തിരുവചന സത്യങ്ങളെ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഒന്നാമത്, ഹി ഈസ് ദ ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. അവൻ നിത്യമായ ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമത്, ഹി ഈസ് ദ ക്രിയേറ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്. മൂന്നാമത്തെ വാക്യം പറയുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചോ അത് മുഴുവൻ ആറ് മുഖാന്തരമാണ് സൃഷ്ടിച്ചത്? യേശുക്രിസ്തു മുഖാന്തരം. നമുക്കറിയാം, ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത് തന്റെ വചനത്താലാണ്. 33-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം നോക്കിയാല്, 33-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം, അവൻ അരുളി ചെയ്തു, വാട്ട് എവർ ഹി ഹാസ് സ്പോക്കൺ ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഹി ഓർഡേർഡ് ഇറ്റ് കെയിം ഇൻ ടു ബീയിങ്. അവന് ഓർഡർ ചെയ്തു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് ആ വചനം പുറപ്പെട്ടു. യെശയ്യാപ്രവചനം 55:11 നമ്മൾ വായിക്കുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് അതിനെ കൊണ്ടുപോയാൽ, ദൈവത്തിന്റെ വായിൽ നിന്ന് ആ വചനം പുറപ്പെട്ടു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ വചനം എന്ന് പറയുന്ന ആരാ? പുത്രൻ. അപ്പൊ പുത്രൻ മുഖാന്തരമാണ് ദൈവം സകല സൃഷ്ടിയെയും നടത്തിയത്. പിതാവിന്റെ വായിൽ നിന്ന്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുത്രനാകുന്ന വചനം പുറപ്പെട്ടപ്പോൾ അത് പോയി വെളിച്ചത്തെ സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ആകാശവും ഭൂമിയും ഉണ്ടായി. മറ്റെല്ലാത്തിനെയും ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. എല്ലാം, എവ്രിതിങ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. അബ്രഹാം റോമാലേഖനം 4:17 പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുന്ന ദൈവം, അല്ലേ? അബ്രഹാം വിശ്വസിച്ച ദൈവത്തെ കുറിച്ച് പറയുന്നത് റോമാലേഖനം 4:17 പറയുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പൊ അത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇല്ലാത്തതിനെ, ഒന്നുമില്ലാത്തപ്പം, സകലവും ശൂന്യമായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു.
എന്തെല്ലാം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചോ അതെല്ലാം ഉണ്ടായി. അപ്പൊ ഇല്ലാത്തതിനെ ഫ്രം നത്തിങ്നെസ്, ഫ്രം നൾ ആൻഡ് വോയിഡ്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്, എംപ്റ്റിനെസ്സിൽ നിന്ന് ഗോഡ് കോൾഡ് എവറിഥിങ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, എല്ലാം ഉളവായി. അതാണ് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചു, എനിക്ക് മക്കളില്ല, സാറയുടെ ഗർഭപാത്രത്തിൽ ഇനിയൊരു കുഞ്ഞിനെ ഉൾക്കൊള്ളാനും കഴിയത്തില്ല, അതങ്ങ് ചുരുങ്ങിപ്പോയി, എനിക്ക് ഒരു കുഞ്ഞിനെ ഉളവാക്കുവാനുള്ള കപ്പാസിറ്റി എന്റെ ശരീരത്തിന് ഇല്ല. എങ്കിലും ദൈവം കൽപ്പിച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്കൊരു സന്തതി ഉണ്ടാകുവാനായിട്ട് കഴിയും. അത് തന്നെയാണ് ഇസാക്കിനെ യാഗം കഴിക്കുമ്പോഴും അബ്രഹാം ചിന്തിച്ചത്. ദൈവം കരുതിക്കൊള്ളും മോനെ, ദൈവം കരുതിക്കൊള്ളും. എന്നിട്ട് പറയുന്നു, ചാരത്തിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിച്ചു എന്നാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അബ്രഹാം തന്റെ വിശ്വാസത്താൽ തന്റെ ഏകജാതനായ പുത്രനെ അർപ്പിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ, എന്റെ ചിന്ത 11:27 തോന്നി, മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 18-ാമത്തെ വാക്യം, അരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. സോ അതുകൊണ്ട് ഞാൻ ഇവനെ അറുത്ത് യാഗപീഠത്തിൽ വെച്ച് വിറക് വെച്ച് തീ കത്തിച്ച് ഇവനങ്ങ് ചാരമായി തീർന്നാലും അതിൽ നിന്ന് ഇവനൊരു പുതിയ ശരീരം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. കാരണം പറഞ്ഞത് ദൈവമാണ്, കാരണം ആ വാക്ക് പുറപ്പെട്ടത് ദൈവത്തിന്റെ വായിൽ നിന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. ഞാൻ നിനക്കൊരു സന്തതിയെ നൽകും എന്ന് പറഞ്ഞവൻ അവനെ അർപ്പിച്ചാലും അവൻ ചാരമായി തീർന്നാലും അതിൽ നിന്നൊരു ജീവനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് അവന് കഴിയും. അത് ലാസറിന്റെ കല്ലറയ്ക്കലും നാം അത് തന്നെ കണ്ടു. ലാസറെ പുറത്തു വരിക എന്ന് കർത്താവ് വിളിച്ചപ്പോൾ, യേശു വിളിച്ചപ്പോൾ ലാസർ ജീവനുള്ളവനായിട്ട് പുറത്തു വന്നു. അപ്പോ ദൈവത്തിന്റെ വചനം, അതുകൊണ്ടാണ് ഈ വചനത്തിന് ഇത്രയും പ്രത്യേകത. വചനത്താലാണ് സകലത്തെയും ജീവിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ക്രിയേറ്റിംഗ് വേർഡ്, ദ ലൈഫ് ഗിവിംഗ് വേർഡ്. വചനമാണ് നമുക്ക് വീണ്ടും ജനനത്തിന് കാരണമായി തീരുന്നത്, അല്ലേ? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വീണ്ടും ജനിക്കണമെങ്കിൽ വചനത്താൽ വീണ്ടും ജനിക്കണം. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:21. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ. പറഞ്ഞാൽ അതുപോലെ സാധിക്കുന്ന ദൈവത്തിന്റെ വചനം, ദാറ്റ് ഈസ് എ ക്രിയേറ്റഡ് വേർഡ്. അത് തന്നെയാണ് കൊലോസ്യർ 1:16 അപ്പോസ്തലനായ പൗലോസ് അത് തന്നെ പറയുന്നുണ്ട്. കൊലോസ്യർ 1:16 യേശു ക്രിസ്തുവാണ് സകലത്തെയും സൃഷ്ടിച്ചതെന്ന് കൊലോസ്യർ 1:16 പറയുന്നുണ്ട്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും കാണുന്നതും കാണാവുന്നതും കാണാനാവാത്തതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കാണപ്പെടുന്നവയാകട്ടെ, കാണപ്പെടാത്തവയാകട്ടെ, സകലവും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, എവ്രിതിങ് വാസ് ക്രിയേറ്റഡ് ബൈ ഹിം. സകലവും ഗോഡ് ക്രിയേറ്റഡ് ഓൾ തിങ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബൈ ഹിം, ഫോർ ഹിം ആൻഡ് ത്രൂ ഹിം. അവന് വേണ്ടി, അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. അതാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു എന്ന് പറയുന്നത് കഴിഞ്ഞ 33 വർഷം ഇവിടെ നമ്മുടെ ഇടയിൽ നടന്ന ഒരു മനുഷ്യനായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ, ദൈവമായിരുന്നവൻ,
ദൈവത്തിന്റെ ശബ്ദമായിരുന്നവൻ, ദൈവത്തിന്റെ വചനമായിരുന്നവൻ, ഇസ്രായേൽ മക്കളോട് ഹോരേബിൽ വെച്ച് സംസാരിച്ചവൻ, ആ ദൈവത്തിന്റെ വചനം ഇവിടെ ജഡം ധരിച്ച് മനുഷ്യനായിട്ട് വന്നതാണെന്നാണ് യോഹന്നാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയതെന്ന് കാണാനായിട്ട് കഴിയും. അത് തന്നെയാണ് 14-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം യോഹന്നാൻ 3 സത്യങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഒന്ന്, ഹീസ് ദ ഇറ്റേണൽ വേർഡ്, അവൻ നിത്യനായ ദൈവമാണ്, അല്ലെ? ദൈവത്തോട് കൂടെ ആദി എന്ന് ഏതോ ഒരു കാലത്തെയാണോ നിർവചിച്ചത്, അതിനും അറിയില്ലാത്ത കാലം മുമ്പ് നമുക്ക് ഇൻ ദ ബിഗിനിങ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവൻ ഹീസ് ദ ഇറ്റേണൽ വേർഡ്, നിത്യനായ ദൈവമാണ്, നിത്യവചനമാണ് എന്ന് പറയുന്നു. 2, ഹി ഈസ് ദ ക്രിയേറ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്, അവൻ മുഖാന്തരമാണ് ദൈവം സകലത്തെയും സൃഷ്ടിച്ചത്. പിന്നെ പറയുന്നു ഹി ഈസ് ദ ഇൻകാർണേറ്റ് വേർഡ്, ഹി ഈസ് ദ വേർഡ് വിച്ച് വാസ് ക്ലോത്ത്ഡ് ഇൻ എ ഹ്യൂമൻ ഫോം, ഇൻ എ ഹ്യൂമൻ ബോഡി. ഒരു മനുഷ്യ ശരീരത്തിൽ ദൈവം, ആത്മാവായ ദൈവം മനുഷ്യ ശരീരത്തിൽ മനുഷ്യന് വെളിപ്പെട്ടതാണ്. അവതാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന സത്യത്തിൽ ഒരു ശരിയായ പദമല്ല. മനുഷ്യ അവതാരം എന്ന് പലരും പറയാറുണ്ട്. മനുഷ്യ അവതാരമല്ല, ഇൻകാർണേഷൻ. ഇൻകാർണേഷൻ എന്നുള്ളതിന്റെ തുല്യമായ മലയാളം ജഡത്തിൽ, വേഷത്തിൽ മനുഷ്യനായി തീർന്നു. ക്ലോത്ത്ഡ് ഇൻ എ ഹ്യൂമൻ ബോഡി. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ ശബ്ദമായ ആത്മാവായ ദൈവം ഇവിടെ ഒരു മനുഷ്യ ശരീരത്തിൽ നമുക്ക് വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. ഒന്ന്, ഹീസ് ദ ഇറ്റേണൽ വേർഡ്, നിത്യമായ വചനം. 2, ഹീസ് ദ ക്രിയേറ്റിംഗ് വേർഡ്, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം. 3, ജഡം ധരിച്ച ദൈവത്തിന്റെ വചനം. മനുഷ്യൻ ഒരേ സമയം തന്നെ ഹി വാസ് പെർഫെക്റ്റ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായി ഒരാളത്വത്തിൽ, യുണൈറ്റഡ് ഇൻ വൺ ഹ്യൂമൻ ബോഡി, ഇൻ വൺ ഹ്യൂമൻ പേഴ്സൺ. ഒരു വ്യക്തിയിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഈ ലോകത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തു. അതിനെയാണ് ജഡമായി തീർന്ന ഇൻകാർണേറ്റ് വേർഡ് എന്ന് പറയും. യേശു ക്രിസ്തു ഒരു സാധാരണ ശരീരം തന്നെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, ആദാമിനെ സൃഷ്ടിച്ചപ്പം ആദാമിന്റെ ശരീരം ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യന്റെ ശരീരമാണ്, അല്ലേ? ആദാമിനെ ഒരു കൊച്ചു കുഞ്ഞായിട്ടല്ല സൃഷ്ടിച്ചത്. ആദാം ജനിച്ചു, പിന്നെ അല്ലേ പാലൊക്കെ കുടിച്ചു, കമന്ന് വീണു, പിന്നെ മുട്ട നീന്തി, പിന്നെ എണ്ണീച്ച് നടന്നു, അല്ലേ? പിന്നെ പതുക്കെ പിടിച്ചു, പിന്നെ വളർച്ച എത്തിയ ഒരു മനുഷ്യനായിട്ടല്ല. ആദാം ജനിക്കുമ്പോൾ തന്നെ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെയാണ് ജനിച്ചത്, അല്ലെ? ജനിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോഴോ ആദാമിനെ പോലെ അല്ല, ഒരു ശിശുവായിട്ടാണ് ലോകത്തിൽ വന്നത്. കാരണം ഒരു മനുഷ്യൻ, പിന്നീടുള്ള എല്ലാ മനുഷ്യരും ഏതൊക്കെ ബലഹീനതകളിൽ കൂടി കടന്നു പോകുന്നു, അത് മുഴുവൻ യേശു കർത്താവും അവൻ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, അല്ലേ? ഹി വാസ് മെയ്ഡ് ലോവർ ദാൻ ദി ഏഞ്ചൽസ് എന്ന്, അവനെ ദൂതന്മാരെക്കാളിലും താഴ്ത്തി. അപ്പൊ ദൂതന്മാർക്കുള്ള ഒരു ശരീരമല്ല, മനുഷ്യനുള്ള ഒരു ലിമിറ്റഡ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് ലിമിറ്റഡ് ബൈ സ്പേസ്, ടൈം ആൻഡ് എനർജി എന്നാ പറയുന്നത്, അല്ലേ? ഒരിടത്ത് ഇരുന്ന് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ, വേറൊരിടത്തേക്ക് എത്തിപ്പെടാൻ അല്ലെ പിന്നെ എണ്ണിച്ച് അങ്ങോട്ട് പോണം. അപ്പൊ സ്പേസിന്റെ ലിമിറ്റേഷനാണ്, പിന്നെ സമയത്തിന്റെ ലിമിറ്റേഷനാണ്. ഒരേ സമയം ഒരിടത്ത് ഇരിക്കാനേ പറ്റത്തുള്ളൂ, വേറൊരിടത്ത് എല്ലാം പറ്റത്തില്ല. ഒരേ സമയം അല്ലെ 2 സ്ഥലത്തായിരിക്കാനായിട്ട് മനുഷ്യന് കഴിയത്തില്ല. പിന്നെ അവന്റെ ശക്തിക്കും പരിമിതികളുണ്ട്. ഈ പരിമിതികളെല്ലാം ഉള്ള, അതാണ് മാൻ ഈസ് എ ലിമിറ്റഡ് ഫൈനൈറ്റ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. മനുഷ്യൻ പരിമിതികളുള്ള, അല്ലേ, ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അത് മുഴുവൻ കർത്താവ് ഏറ്റുവാങ്ങി. ഒരു കൊച്ചു ശിശുവായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജനിച്ചു. ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായി, പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി, കന്യാമറിയാമിൽ നിന്ന് ജഡം ധരിച്ചു മനുഷ്യനായി തീർന്നു. എന്നാൽ അതേ സമയം തന്നെ ഒരു വീട്ടിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു കുഞ്ഞെങ്ങനെ വളരുന്നു അതുപോലെ വളർന്നു. മാത്രമല്ല യേശുവിന് അതേ സമയം തന്നെ ദിവ്യത്വവും ഉണ്ടായിരുന്നു. കാരണം യോഹന്നാൻ
സ്നാപകൻ എലിസബത്തിന്റെ വയറ്റിൽ യേശുവിന്റെ അമ്മയെ കണ്ടപ്പോൾ പിള്ള ഉദരത്തില് തുള്ളി എന്ന് നാം വായി. സോ യേശുവിന്റെ ദൈവത്വം ഉദരത്തിൽ കിടന്ന് യോഹന്നാൻ സ്നാപകന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതേസമയം തന്നെ യേശു മനുഷ്യരുടെ എല്ലാ ബലഹീനതകളും, അത് എബ്രായ ലേഖനം 2-ാം അധ്യായം എന്തിനാണ് യേശു മനുഷ്യനായി തീർന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് ചിന്തിച്ചതാണ്. എങ്കിലും 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാല്, എബ്രായർ 2-ന്റെ 14 മുതൽ 16 വരെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും, അതായത് യേശു ക്രിസ്തുവും മക്കളെ പോലെ, നമ്മൾ ഓരോരുത്തരെ പോലെ മാംസവും രക്തവും ഉള്ളവനായി, ജഡരക്തങ്ങളോട് കൂടിയവനായി, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അതിന്റെ മുകളിലുണ്ടല്ലോ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. എന്നിട്ട് പറയുന്നു, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. എന്ന് പറഞ്ഞാൽ ദൂതന്മാർ, പാപം ചെയ്ത ദൂതന്മാരുണ്ടായിരുന്നു. അവരെ വീണ്ടെടുക്കാനായിട്ടല്ല കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ദൂതന്മാരുടെ പാപത്തിന്റെ പരിഹാരമായിട്ടല്ല, നമ്മൾ ഓരോരുത്തരുടെയും അബ്രഹാമിന്റെ വിശ്വാസം പങ്കിടുന്ന എല്ലാവരെയും സംരക്ഷണ ചെയ്യുവാൻ അത്രേ വന്നത്. പിന്നെ പറയുന്നു, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ, in everything he was made equal to all human beings. എല്ലാ മനുഷ്യരെ പോലെയും he was identified with every human being. എല്ലാ മനുഷ്യരെ പോലെ സദൃശ്യനായി തീർന്നു. കാരണം നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മുടെ വിശ്വസ്ത മഹാപുരോഹിതനായി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും ക്ഷീണവും ദാഹവും ദുഃഖവും നെടുവീർപ്പും എല്ലാം യേശുക്രിസ്തു അനുഭവിച്ചെങ്കിൽ മാത്രമേ നമ്മെ വീണ്ടെടുക്കും, നമ്മളോട് കരുണ കാണിക്കുവാനായിട്ട് കഴിയുള്ളൂ. സകലത്തിലും നമുക്ക് തുല്യനായി, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ചില വാക്യങ്ങള് നമുക്ക് പെട്ടെന്ന് നോക്കാം. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് കർത്താവ് ശമരിയാക്കാരത്തിയോട്, സ്ത്രീയോട് സംസാരിക്കാനായിട്ട് കടന്നു വരുന്ന ആ ഭാഗമാണ്. യേശു സുക്കാറിലെ കിണറ്റിന്റെ അരികെ എത്തുന്നത് വഴി നടന്ന് അല്ലേ? 4-ാം അധ്യായം യോഹന്നാൻ 4-ന്റെ യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ആ കിണറ്റിന്റെ അരികെ, ഉറവിനരികെ. അപ്പൊ യേശുവിന് വഴി നടന്നപ്പോ എന്താ ഉണ്ടായി? ക്ഷീണം ഉണ്ടായി. നമ്മൾ വഴി നടന്ന് നമുക്ക് ക്ഷീണം ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മുടെ ക്ഷീണം എന്താണെന്ന് ആർക്കറിയാം? യേശുവിനറിയാം. നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ വഴി നടന്ന ക്ഷീണിക്കുമെന്നും ക്ഷീണം മനുഷ്യ ശരീരത്തിനുണ്ടെന്നും അവര് മർത്യരാണെന്നും വ്യക്തമായി അറിയാവുന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. പിന്നെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 11:33 ലാസറിനെ ഉയർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലേ, അവിടെ 33, 35 വാക്യങ്ങളില് അവന്റെ ഉള്ളം നൊന്ത് 11:33 യോഹന്നാൻ 11:33 അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ട് ഉള്ളം നൊന്ത് കലങ്ങി. ഒരു വേർപാടിന്റെ ദുഃഖത്തിൽ പ്രിയപ്പെട്ടവൻ അകാലത്തിൽ മരിക്കുമ്പോൾ, പെട്ടെന്ന് മരിക്കുമ്പോൾ ആരൊക്കെ എന്തെല്ലാം വേദന അനുഭവിക്കുന്നോ ആ വേദന മുഴുവൻ
മറ്റുള്ളവർ അനുഭവിക്കുന്ന കണ്ടപ്പോ യേശു തനിക്ക് പ്രിയനായ ലാസർ മരിച്ചതും ആ ലാസറിന്റെ സഹോദരിമാരും അവരോട് കൂടെ വന്നവരും കരയുന്നത് കണ്ടിട്ട് യേശുവും ആ വേദന ഉള്ള നൊന്ത് കലങ്ങി. അപ്പൊ നമ്മുടെ ഉള്ള നൊന്ത് കലങ്ങുമ്പോൾ നമ്മുടെ മനോവേദന ഫലശോധന അല്ലേ മാറാതേറിടുമ്പോൾ ആത്മനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിന് അത് വ്യക്തമായിട്ട് അറിയാം. 11:35 യേശു കരഞ്ഞു എന്ന് നാം വായിക്കുന്നു. യോഹന്നാൻ 19:28 ക്രൂശിൽ യേശുവിന് ദാഹിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ 19:30 യേശു പ്രാണനെ വിട്ടു. 19:34 തന്റെ രക്തം ചിന്തി. മാത്രമല്ല ഉയർത്തെഴുന്നേൽക്ക മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അനുഭവിച്ചെങ്കിൽ ഇന്നും യേശുവിന് എപ്രകാരമുള്ള ഒരു ശരീരമാണ്. ഇന്ന് ഒരു ഗ്ലോറിഫൈഡ് ബോഡിയാവും അല്ലേ, ഇന്നൊരു തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. എന്നാൽ അതൊരു മനുഷ്യ ശരീരത്തിന് തുല്യമായ ശരീരം തന്നെ അല്ലേ. യോഹന്നാന്റെ സുവിശേഷം 20:24 തോമസിനോട് പറയുന്നുണ്ട്, നീ എന്റെ ആണിപ്പാടുള്ള വിരലുകളിൽ തൊട്ടു നോക്കാൻ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തില് കഴിഞ്ഞ ദിവസവും പറഞ്ഞാണെന്ന് തോന്നി. ആ ലൂക്കോസിന്റെ സുവിശേഷം 24:36 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ യേശു അവർക്ക് പ്രത്യക്ഷനാകുമ്പോൾ പറയുന്നു, ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. ലൂക്കോസ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെ ആകുന്നുവെന്ന് എന്റെ കൈയും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ട് നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അപ്പോ they could feel the body of the risen Lord. അവർക്ക് തൊട്ട് നോക്കിയാൽ യേശുവിന്റെ കൈയും കാലും ഒക്കെ തൊട്ട് നോക്കി അവര് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഫീൽ ചെയ്ത് അനുഭവിച്ചാർ. ഇനിയും താഴോട്ട് വരുമ്പോ എന്താ അവരോട് ചോദിക്കുന്നുണ്ട്, അത്രയും ചെയ്തിട്ടും തൊട്ട് നോക്കിയിട്ടും അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ടം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു. അപ്പോ റിസറക്റ്റഡ് ബോഡി അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ശരീരം എപ്രകാരമുള്ള ഒരു ശരീരമാണ്. മനുഷ്യർക്ക് തൊട്ട് നോക്കാം, അസ്ഥിയുണ്ട്, കൈയും കാലും എല്ലാം ഫീൽ ചെയ്ത് അറിയാവുന്ന ഒരു ശരീരമാണ്. അതേസമയം തന്നെ വല്ലതും കഴിക്കാനും പറ്റുമല്ലേ. ഒരു കഷ്ണം വറുത്ത മീനും തേൻകട്ടയും ഭക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷത്തിൽ അപ്രത്യക്ഷമാകാനും കഴിഞ്ഞു. അടച്ചിട്ട മുറിയിലേക്ക് കയറി വരുവാൻ കഴിയുന്ന ഒരു ശരീരം, എന്നാൽ ഫീൽ ചെയ്യുവാൻ കഴിയുന്ന, തൊട്ടു നോക്കിയാൽ അറിയുന്ന, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഒരു ശരീരം, അതേസമയം ഭക്ഷണം ആസ്വദിക്കുവാനും കഴിയുന്ന ഒരു ശരീരം. ആ ശരീരത്തിന്റെ സ്വാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. കർത്താവ് പറയുന്നു, പുനരുത്ഥാന പുത്രന്മാരാകയാൽ അവർ ദൈവദൂത തുല്യരാകുന്നു എന്ന് കർത്താവ് പറയുന്നു. പ്രിയമുള്ളവരെ, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവും ഇനിയും നമുക്ക് പ്രത്യക്ഷനാകുമ്പോ എങ്ങനെയാ കാണുന്നത്? നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. നാം അവനോട് സദൃശ്യരായി തീരും. അവനെ പ്രകാരം ഒരു ശരീരം ഉയർത്തെഴുന്നേൽപ്പിൽ ലഭിച്ചോ, അതേ ഒരു ശരീരം നമുക്കും ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ലാസറും ധനവാനും അല്ലേ അബ്രഹാമിനെയും ഒക്കെ തിരിച്ചറിഞ്ഞു അല്ലേ. ധനവാൻ നരകത്തിൽ കിടന്നിട്ടും അബ്രഹാമിനെ തിരിച്ചറിഞ്ഞതായിട്ടാ പറയും. അപ്പോ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അത് സംഗതിവശാൽ പറഞ്ഞത് വചനം ജഡമായിട്ട് തീർന്നു. അപ്പൊ ദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നിവിടെ പറയുന്നു. വചനം 14-ാം വാക്യം പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോ ഇനിയും ഒരു പാർപ്പുണ്ട് അല്ലെ. പുതിയ യെരൂശലേം, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച പുത്തനാം യെരൂശലേമിൽ നമ്മൾ വാഴുമ്പോൾ നമ്മുടെ ഇടയിൽ കർത്താവ് കുഞ്ഞാട് അതിന്റെ വിളക്കായിരിക്കും. മന്ദിരം അവിടെ കണ്ടില്ല. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖവും മുറവിളിയും കഷ്ടതയും
ഉണ്ടാകയില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, ആ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇൻകാർണേറ്റ് ചെയ്തത്. വചനം ജഡമായി തീർന്നത്. ജഡം ധരിച്ച് ഈ ക്ഷീണവും വേദനയും കഷ്ടതയും ദുഃഖവും എല്ലാം അനുഭവിച്ച് നമുക്ക് വേണ്ടി മരണം മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ, ആ അനന്ത സാധ്യതയെക്കുറിച്ച് യോഹന്നാൻ വിവരിക്കുകയാണ്. യേശു ക്രിസ്തു എന്തിനു മനുഷ്യനായി? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് എന്താ ചെയ്തത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അതിനു മുമ്പ് ഈ താക്കോൽ അറിയില്ലായിരുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ ഇല്ലായിരുന്നു. ആ താക്കോലൊക്കെ ഇങ്ങ് വാങ്ങിച്ചു. ആ താക്കോലൊക്കെ ഇങ്ങ് വാങ്ങിച്ചിട്ട് അതിനു മുമ്പ് മരിച്ചവരൊക്കെയും പാതാളത്തിന്റെ ഒരു സൈഡിലായിരുന്നു എന്നാ പറയുന്നത്, അല്ലേ? അതിന് അബ്രഹാം പിതാവിന്റെ മടി എന്ന് യഹൂദന്മാര് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടുന്ന് അവരെ എല്ലാം ഇവാക്യുവേറ്റ് ചെയ്ത് ഇപ്പൊ അവരെ വിടാം, മരിച്ചവരെ വിടാം. ഇപ്പം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി. ഇന്ന് മരിച്ചവർ പാതാളത്തിലല്ല, പാതാളത്തിന്റെ താക്കോലുള്ളവൻ അവിടെ നിന്ന്, അല്ലേ? പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. ഇന്ന് അവരെല്ലാം കർത്താവിനോടുകൂടെ, ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരീരം വിട്ടാൽ ഇന്ന് കർത്താവിനോടുകൂടെ. കാരണം പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു, അവന്റെ ബന്ധനങ്ങളെ അറുത്തു, അവന്റെ ഇന്ന് പാതാളത്തിന്റെ താക്കോൽ കൈവശം വാങ്ങി, മരണത്തിന്റെ താക്കോൽ കൈവശം വാങ്ങി. അവൻ ജഡത്തിൽ വന്നത് വെളിപ്പെട്ടതിന്റെ കാരണം അതാണ്. അത് നാം മനസ്സിലാക്കണം. അതാ യോഹന്നാൻ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:31 പറയുന്നത്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കും. പ്രിയമുള്ളവരെ, ഇത് നാം മനസ്സിലാക്കാതെ നിർവിചാരികളായി വചനത്തിന്റെ സത്യം ഗ്രഹിക്കാതെ ഇരിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സോ വേർഡ് വാസ് വിത്ത് ഗോഡ്, അവൻ ദൈവത്തോട് കൂടെ ആയിരുന്നു. മറ്റൊരു കാര്യം ഇവിടെ യോഹന്നാൻ പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 4-ാമത്തെ വാക്യം നോക്കിയാൽ, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ് and that life was the light of men or all mankind. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ സകല മനുഷ്യരുടെയും വെളിച്ചമായിരുന്നു. എന്താ ജീവൻ എന്ന് പറയുന്നത്? യോഹന്നാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് 2 വാക്കുകളാണ് ജീവനും വെളിച്ചവും. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം തോമസിനോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഐ എം ദ ലൈഫ്, അല്ലെ? റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഐ എം ദ വേ, ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ തന്നെ വചനവും. വേറെ ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് മാർത്തയോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോ ജീവൻ തരുന്ന, അപ്പോ ഹി ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. അവനിൽ ജീവൻ ഉണ്ടായി. സാധാരണ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം ആ സകലവും സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെ ആരാ സൃഷ്ടിച്ചത്? ഇവിടെ യോഹന്നാൻ അതിന് വ്യക്തമായ ഉത്തരം പറയുകയാണ്, നോബഡി, ആർക്കും ദൈവത്തെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. ദൈവം ജീവന്റെ ഉറവിടമാണ്. അതുകൊണ്ട് നമ്മൾ പാടുന്ന ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, അല്ലേ? നാവിനാൽ അവനെ നാം പോഷിക്കാം. ജീവന്റെ ഉറവിടം, ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്, എവരി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ഫ്രം ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. വെളിച്ചങ്ങളുടെ പിതാവ്. അപ്പൊ വെളിച്ചമാണ്, നമുക്കറിയാം, വെളിച്ചമാണ് ജീവന്റെ ഉറവിടം. ഇരുട്ട് മുറിയിൽ ഒരാളെ അടച്ചിട്ടാൽ എന്തോ സംഭവിക്കും? എന്റെ ചിന്ത, ഒരു ഇരുട്ട് മുറിയിൽ, ഒട്ടും പ്രകാശം കടക്കാത്തൊരു മുറിയിൽ ഒരു മനുഷ്യൻ അടച്ചിടപ്പെട്ടാൽ വലിയ താമസമില്ലാതെ മരിക്കും. ഒരു ചെടി ഒരു ഇരുട്ട് മുറി കൊണ്ടുവച്ചാൽ എന്തോ സംഭവിക്കും? ആ ചെടി ചത്തുപോകും. പ്രകാശം വേണം ജീവിക്കണം, അല്ലേ? അതുകൊണ്ട് യോഹന്നാൻ ഇത് രണ്ടും കൂടെ ചേർത്താ പറയുന്നത്. ഹി ഈസ് ദ ലൈറ്റ് ഓഫ് ലൈഫ്.
അവൻ ജീവന്റെ പ്രകാശമാണെന്ന് പറയുന്നത് അല്ലെ. ലൈറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മാഗസിൻ തന്നെ ഉണ്ട്, ലൈറ്റ് ഓഫ് ലൈഫ്, ജീവപ്രകാശം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ. ജീവപ്രകാശം, ജീവന്റെ പ്രകാശം. വെളിച്ചമില്ലാത്തിടത്ത് ജീവനില്ല. ഇവിടെ പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഇത് യോഹന്നാന്റെ സുവിശേഷം. ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അല്ലേ, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. അപ്പൊ ജീവന്റെ വെളിച്ചം, ജീവന്റെ വെളിച്ചം, ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറയുന്നു. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കിയാലും, സോറി അതല്ല, 14-ന്റെ 6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 1 യോഹന്നാൻ 5-ന്റെ 11-ഉം 12-ഉം വായിച്ചാല്, ആ സാക്ഷ്യമോ അതിന്റെ തൊട്ടുമേളിൽ നിന്ന് വായിച്ചാല് കുറച്ചുകൂടെ, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ, ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. ഇനി പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. നമ്മള് ഇന്ന് ആരോടെങ്കിലും പറഞ്ഞാല് പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ഫിസിക്കൽ ലൈഫിനെ കുറിച്ചല്ല അവിടെ പറയുന്നു, സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച്, ഒരു ആത്മീക ജീവൻ. അപ്പൊ ദൈവത്തിൽ നിന്ന് വേർപെട്ടാൽ മനുഷ്യൻ എങ്ങോട്ടാ പോകുന്നത്? നിത്യനരകത്തിലേക്കാ. കർത്താവ് പറഞ്ഞു അവിടെ ഇരുട്ടും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ നിത്യ നരകത്തിലേക്ക് പോകുമ്പോ അവിടെ കൂരിരുട്ടാ, നിത്യ ഇരുട്ടാ. നമ്മളെ വിളിച്ചത് എവിടുന്നാ? 1 പത്രോസ് 2:9, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും. ഇനി വേറൊരു വാക്യം കർത്താവ് തന്നെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ. ഇവിടെ മുമ്പേ പറഞ്ഞത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അതുമായിട്ട് കാണും. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറു വരം നൽകിയിരിക്കുന്നു. അതായത് പുത്രന്റെ ജീവൻ വേറെ ആരും കൊടുത്തത് അല്ല, പിതാവ് കൊടുത്ത വരപ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെ ആരും സൃഷ്ടിക്കേണ്ട ആവശ്യം ഇല്ല, സകല ജീവന്റെ ഉറവിടം ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 17:3 നമ്മൾ വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 17:3 വായിച്ചാൽ നമുക്കറിയാവുന്ന വാക്യമാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകും. അപ്പൊ യേശു ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കാതെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. വേദപുസ്തകം എപ്പോഴും പറയുന്ന അതാണ്. കർത്താവായ യേശു ക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന, ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സെബുലൂനിലും നഫ്താലിയിലും ഒക്കെ വെളിച്ചം പ്രകാശിച്ചു. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നിങ്ങളുടെ ജീവനായ ക്രിസ്തു. അപ്പൊ നിത്യജീവൻ, ഏക സത്യദൈവമായി നിന്നെ നീ അയച്ചിരിക്കുന്ന പുത്രനായ
യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഇനി 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകും. യഹോവ സാക്ഷികളൊക്കെ വന്നിട്ട് പറയും യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിവില്ലെന്ന്. വ്യക്തമായ തെളിവ് അവൻ സത്യദൈവവും നിത്യജീവനും. ഹി ഈസ് ദ ട്രൂ ഗോഡ്, ദ വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്, ആൻഡ് ഹി ഈസ് ദ ഇറ്റേണൽ ലൈഫ്. ഏക സത്യദൈവം. ഈ എന്താ നമുക്ക് ട്രിനിറ്റി എന്ന് പറയുന്നത്, തൃത്വം എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. അത് എല്ലാ കാര്യങ്ങളും കൗണ്ടബിൾ അല്ല. ദൈവത്തെ എന്തോ എണ്ണാൻ പറ്റുന്ന ഒന്നല്ല. ദൈവത്തെ എണ്ണാൻ പറ്റുന്ന ഒന്നല്ല. അതുകൂടെ പറഞ്ഞ് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കും. നമ്മൾ ഈ മുറിക്കകത്ത് എത്ര കറണ്ട് ഉണ്ടെന്നാ പറയുന്നത്. ഫാൻ കറങ്ങുന്നുണ്ട്, അതൊരു കറണ്ട്. ലൈറ്റ് കത്തുന്നുണ്ട്, അതൊരു കറണ്ട്. അവിടെ ഒരു അയൺ ബോക്സ് ഇരിപ്പുണ്ട്, അത് കുത്തിയാൽ അതിൻ്റെ അകത്തൊരു കറണ്ട്. 3 കറണ്ട് ഉണ്ടെന്ന് പറയുന്നു. ഒരേ കറണ്ട് തന്നെയാണ്, പക്ഷെ 3 ഔട്ട് വർക്കിങ്സ് ഇവിടെ കാണും, അല്ലേ? ഒന്ന് പ്രകാശം തരുന്നു, ഒന്ന് തേപ്പൊട്ടിയെ ചൂടാക്കുന്നു, ഒന്ന് ഫാനിനെ കറക്കുന്നു എന്ന് പറഞ്ഞ പോലെ എന്താ കൗണ്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ തൃത്വം എന്നൊരു വാക്ക് തന്നെ വേദോസ്തം ഉപയോഗിച്ചിട്ട്. കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് കൂടെ ഇരുന്നവൻ, പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നവൻ, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. സ്നേഹസ്വരൂപ വളരെ അധികം വാക്യങ്ങളുണ്ട്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പം പിടിക്കുമ്പം പറയുന്നു, ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരവുമാകുന്നു എന്ന് പറയും. കൊലോസ്യ ലേഖനം 1:13 അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് പറയും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട്, വെളിച്ചത്തിലുള്ള അവകാശം, അതാ നിത്യജീവന്റെ അവകാശം. അതിനുവേണ്ടി നമ്മെ പ്രാപ്തന്മാരാക്കി നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പവർ ഓഫ് ഡാർക്ക്നെസ്, ശത്രുവിന്റെ അധികാരത്തിൽ നിന്ന്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇരുളും വെളിച്ചവും ജീവന്റെ വെളിച്ചത്തിൽ നടക്കണം. കർത്താവ് പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്നുകൊണ്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വാങ്ങി നരകത്തിന്റെ ഇരുട്ടിൽ നിന്ന് നമ്മെ വിടുവിച്ച കർത്താവിന് സ്തോത്രം ചെയ്യുകയും ആ വെളിച്ചത്തിലുള്ള അവകാശത്തെ പ്രാപിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു.